ഒരു ഇത് പ്രസിദ്ധീയാക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവരെ വിളിച്ച് ചർച്ച ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കാവുന്നതല്ലേ? എന്തിനാ ഇത്ര പ്രസിദ്ധീയാക്കണത്? ഇത് ചെയ്യാം. നമസ്കാരം. ആരും പേടിക്കണ്ട, അടിയൊന്നും വീണിട്ടില്ല. മൈക്ക് തട്ടിപ്പറച്ച് മേടിച്ചപ്പോ തന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് നമ്മുടെ വി ഡി സതീശനെ പറ്റി നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് എന്തോ കുഞ്ഞാലിക്കുട്ടി വളരെ സൈലന്റ് ആയിട്ടിരുന്നു. സംഭവം വേറെ ഒന്നുമല്ല, ആശാ വർക്കേഴ്സിന്റെ സമരം ഇന്ന് വീണ്ടും സഭയിൽ ചർച്ചയ്ക്കെടുത്തു. അങ്ങനെ ചർച്ചയ്ക്കിടയിൽ ഇന്നും പ്രതിപക്ഷം ഉന്നയിച്ച വ്യാജ ആരോപണങ്ങൾ, നുണ പ്രചരണങ്ങളൊക്കെ വീണ ജോർജ് കണക്കുകൾ നിരത്തി പൊളിച്ചടക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ സഭയിൽ നിന്ന് പേടിച്ച് ഓടി പുറത്തു വന്ന് മാധ്യമങ്ങളെ കാണുകയാണ്. വലതുപക്ഷ അറിയാമല്ലോ, ആ ഒരു അജണ്ട നടപ്പിലാക്കാൻ നടക്കുന്ന മാധ്യമപ്രവർത്തകരെ കണ്ട ശേഷം വി ഡി സതീശൻ സ്ഥിരം പല്ലവികൾ നടത്തുകയാണ്. ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് എന്താകണം എന്ന് നേരത്തെ മുൻകൂട്ടി തന്നെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അത് പ്രകാരം നമ്മുടെ മാധ്യമങ്ങളൊക്കെ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വി ഡി സതീശൻ പറയുന്ന ആ ഗീർവാണങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഒരു കാര്യം ആദ്യം തുറക്കാൻ തന്നെ പറയട്ടെ, ഇത് ആശാ വർക്കേഴ്സിന്റെ സമരമാണെന്ന് പറഞ്ഞു നടന്ന വി ഡി സതീശൻ തന്നെ അവസാനം ഇത് SUCA-യുടെ സമരമാണ് എന്ന് സമ്മതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ഇടയ്ക്കൊക്കെ അറിയാതെ നാക്ക് ചതിക്കും. അങ്ങനെ നാവ് ചതിച്ചപ്പോഴാണ് സത്യം പുറത്തു വന്നത്. എന്തായാലും പ്രതികരണം ഒന്ന് കാണാം. SUCA എന്ന നിരോധിച്ചേക്കുന്ന പാർട്ടിയല്ലോ ആണ് ഇന്ത്യയിൽ. തീർച്ചയായിട്ടും UDF-ലെ എല്ലാ ഘടകകക്ഷികളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി മറ്റ് ആശാവർക്കർമാരെ, ഞങ്ങളുടെ സംഘടനകളിൽപ്പെട്ട ആശാവർക്കർമാരെ കൂടി അണിനിരത്തിക്കൊണ്ട് ഈ സമരം വിപുലമാക്കും. ഒരു സംശയമില്ല. കേട്ടല്ലോ, അതായത് SUCA ഈ പറയുന്നത് പോലെ നിരോധിച്ച സംഘടനയൊന്നും അല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും UDF പൂർണ്ണ പിന്തുണ അവർക്ക് കൊടുക്കും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, ആശാ വർക്കേഴ്സിന് വേണ്ടിയല്ല അവിടെ സമരം ഇവർ നടത്തുന്നത്, പ്രതിപക്ഷത്തിന് വേണ്ടിയാണെന്ന കാര്യം ഒന്ന് വ്യക്തം. രണ്ട്, ശരിയായ ദിശയിലല്ല, ശരിയായ കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടിയല്ല അവിടെ ഇത്തരത്തിലുള്ള ഒരു സമരം നടക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് പ്രതിപക്ഷം പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ നമുക്ക് ഏറെക്കുറെ മനസ്സിലായതാണ്. ഉള്ള ആശാ വർക്കേഴ്സിന്റെ കൂടി കഞ്ഞുപിടി മുട്ടിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രി ചെയ്തതുപോലെ അദ്ദേഹം അവരെ ചർച്ചയ്ക്ക് വിളിച്ച് അതിൻ്റെ അകത്ത് ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം. സ്ത്രീകളാണ് സമരം ചെയ്യുന്നത്, പാവപ്പെട്ട സ്ത്രീകളാണ്. അവർ ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായ കൂലി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. ഈ സതീശന്റെ ഈ ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സാധാവും തോന്നിപ്പോവും അല്ലേ? അത് കണ്ട കർണാടകയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ തോന്നിപ്പോവല്ലേ? ഒരു കുന്തവും ചെയ്യുന്നില്ല. കർണാടകയിൽ എത്ര രൂപയാണ് കൊടുക്കുന്നത്? വെറും 5000 രൂപയാണ്. നമ്മൾ എത്രയാണ് കൊടുക്കുന്നത്? അതായത് സർക്കാരിന്റെ ഓണറേറിയം ആയിട്ട് ഈ പറയുന്ന ആശാ വർക്കേഴ്സിന് 7000, അതുകൂടാതെ മറ്റുള്ള ഇൻസെന്റീവും എല്ലാം ചേർത്ത് 13,000-ന് മുകളിൽ തുക നമ്മൾ കൊടുക്കുന്നുണ്ട്. 14,000 രൂപ അടുത്ത് മേടിക്കുന്ന ആശാ വർക്കേഴ്സ് ഇവിടെയുണ്ട്. അവിടെയാണ് ഇവിടെ വന്ന 5000 രൂപയുടെ കഥ ഈ വി ഡി സതീശൻ പറയുന്നത്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. നോക്കൂ, ഇങ്ങനെ തന്നെയാണ് വി ഡി സതീശനും സംഘവും മാധ്യമങ്ങൾ ഉപയോഗിച്ച് സർക്കാരിനെതിരെ കുപ്രചരണങ്ങൾ നടത്തുന്നത്. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന, എല്ലാ ആളുകളുടെയും മനസ്സറിയുന്ന, എല്ലാ ജനങ്ങളുടെയും ഹൃദയപക്ഷത്ത് നിൽക്കുന്ന ഒരു സർക്കാരിനെ ഇല്ലാതാക്കിക്കൊണ്ട് വി ഡി സതീശനെ പോലുള്ള കുത്തിത്തിരിപ്പന്മാർ നടത്തുന്ന ഈ ശ്രമം നമ്മുടെ സംസ്ഥാനത്തിന് വലിയ വിപത്തുണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർന്നില്ല, സ്പീക്കറിനെ പറ്റി ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയം ഉന്നയിച്ചത്, നോട്ടീസ് അവതരിപ്പിച്ചത്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ബഹുമാന്യനായ സ്പീക്കറുടെ ഭാഗത്തു നിന്നും വളരെ തെറ്റായ ഒരു സമീപനമാണ് ഉണ്ടായത്. ഇന്ന് സ്പീക്കർ എടുത്ത് കുടഞ്ഞേ വേറെ ഒന്നും കൊണ്ടല്ല, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചട്ടലംഘനം നടത്തിക്കൊണ്ടാണല്ലോ ഈ വിഷയം വീണ്ടും അവിടെ അവതരിപ്പിച്ചത്. സംസാരിക്കാൻ സമയം കൊടുത്തു. ഈ ധാർഷ്ട്യം നിറഞ്ഞ സതീശന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അതായത് എനിക്കെല്ലാം എന്നിലൂടെ ആകണം, എനിക്ക് ഈ സമയം മുഴുവൻ എനിക്ക് വേണം, എന്നെ മാത്രം കേൾക്ക്, എന്നോട് ആരും ഒന്നും സംസാരിക്കരുത്, എന്നോട് ആരും ഒന്നും പറയരുത് എന്ന മട്ടാണല്ലോ നമ്മുടെ സതീശൻ. അങ്ങനെ സതീശൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സമയം കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പീക്കർ പറയും നിങ്ങളുടെ സമയം കഴിഞ്ഞുവെന്ന്. സ്പീക്കറോട് എങ്ങനെയാണ് തിരിച്ചു പെരുമാറുന്നത്? ധാർഷ്ട്യത്തോടെ, നിങ്ങൾ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഒരു ബഹുമാനവും കൊടുക്കാതെ. എക്കാലത്തും പ്രതിപക്ഷത്ത് ഒരുപാട് ആളുകൾ ഇരുന്നുണ്ട്, പക്ഷെ സ്പീക്കറോട് ഒരു ബഹുമാനവും കാണിച്ചിട്ടുണ്ട്. ഒരു ബഹുമാനവും ഇല്ലാതെ ഒരു ചന്ത ചട്ടമ്പിയെ പോലെ പ്രതിപക്ഷ നേതാവ് പെരുമാറുന്നു. എന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ എന്ന് പറയുകയാണ് തെറ്റായ സമീപനമാണ് സ്പീക്കർ സ്വീകരിക്കുന്നതെന്ന്. മന്ത്രി തെറ്റായ കണക്കുകൾ നിരത്തിയെന്നാണ് പറയുന്നത്. മന്ത്രി തെറ്റായ കണക്കാണ് നിരത്തിയതെങ്കിൽ എന്തുകൊണ്ടാണ് ശരിയായ കണക്ക് അവിടെ നിരത്താൻ പ്രതിപക്ഷത്തിന് കഴിയാതെ പോകുന്നത്? വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇനിയിപ്പോ സതീശൻ വേറൊരു വലിയ ഗംഭീര ഒരു ഗീർവാണം കൂടി അടിക്കുന്നുണ്ട്, അതുകൂടി ഒന്ന് കേട്ടോ. എന്നിട്ടും അവർക്ക് ഈ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ആരാണ് സതീശ ശ്രമിക്കാത്തത്? ഈ സർക്കാർ ഉത്സവബത്ത കൊടുത്ത സർക്കാരാണ്, ഓണറേറിയം ഉയർത്തിയ സർക്കാരാണ്. നിങ്ങൾ ഭരിക്കുമ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ട് ഓണറേറിയം പോലും കൊടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നോ? ഇല്ലല്ലോ. എത്രയോ തവണ 30 മാസം നിങ്ങൾ കൊടുക്കാതെ അവരെ നരകിപ്പിച്ചു. അവസാനം ഇവരുടെ CITU സംഘടന സമരം ചെയ്തതിന്റെ ഭാഗമായിട്ടല്ലേ അവർക്ക് ആ പൈസ
കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ എവിടെയാണ് INTUC ഇവിടെ സമരംഗത്ത് കാണുന്നില്ലല്ലോ. അവരെന്താ വരാത്തതെന്ന് അറിയാം, അവർക്ക് സത്യം അറിയാം. ഇമാതിരി ഈ കാട്ടിക്കൂട്ടലുകളുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അവർ അപഹാസ്യരാകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഈ നമ്മുടെ SCCI നടത്തുന്ന ഈ സമരമായിട്ട് ബന്ധപ്പെട്ട് അവർ രംഗത്തേക്ക് വരാത്തുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല സതീശനും സംഘത്തിനും ഒക്കെ ഇവരോട് വലിയ പ്രതിബദ്ധത ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ ആശാ വർക്കേഴ്സിനോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഇമാതിരി തെമ്മാടിത്തരൊന്നും കാണിച്ചു കൂട്ടില്ല കേട്ടോ. അവിടെ ആ MP-മാരെ UDF MP-മാരെയും കൂട്ടിച്ചേർത്ത് അവിടെ ഒരു സമരം നടത്തിക്കൊണ്ട് ഇവർക്ക് വേണ്ടി ഒരു ആനുകൂല്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടി കേരളത്തിന്റെ ശബ്ദമായിട്ട് നിങ്ങൾ മാറുമായിരുന്നു. പക്ഷെ ഇവിടെ അതല്ലല്ലോ കാണുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ മാത്രം സംസാരിക്കുന്നു, കേന്ദ്ര സർക്കാരിനെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. കേന്ദ്ര സർക്കാരിനെ സേഫ് ആക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരവും നിങ്ങൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന നുണപ്രചരണങ്ങളും ജനം തിരിച്ചറിയുക തന്നെ ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഇവർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള പല തീരുമാനങ്ങൾ എടുത്തത്. ഇത്രയും ഉളുപ്പ് തോന്നുന്നില്ലേ സതീശ? UDF-ന്റെ ഭരണകാലത്താണ് അത്ര ഓണറേറിയം വർദ്ധിപ്പിച്ചത്. ഈ കണക്കുകളൊക്കെ നമ്മൾ മുൻപിൽ തന്നെ കിടക്കുന്നുണ്ടല്ലോ. 2016 1000 രൂപയിൽ നിന്ന് 7000 രൂപയിലേക്ക് ഉയർത്തിയതാരാണ്? ഈ സർക്കാരാണ്. എന്നിട്ട് UDF-ന്റെ ഭരണകാലത്ത് എന്തൊക്കെയോ മലമറച്ചു എന്നാണ് പറയുന്നത്. UDF-ന്റെ ഭരണകാലത്ത് ആശാ വർക്കേഴ്സിന്റെ ഒക്കെ അവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങളുടെ വീടിനടുത്തുള്ള ആശാ വർക്കേഴ്സിനോട് ചോദിച്ചാൽ അവർ പറയും. അവർ ചിലപ്പോ അത്തരം ഇങ്ങനെ VD സതീശ് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരുപക്ഷെ പ്രതികരണം വളരെ മോശമായിരിക്കും എന്ന് പറയാതെ വയ്യ. ഇത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. കേന്ദ്രത്തിന്റെ ഒരു സ്കീമിന്റെ ഭാഗമായിട്ടാണ് ആശാ വർക്കർമാർ വന്നതെങ്കിലും ഹെൽത്ത് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. NHM-ന്റെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം ഉണ്ട്, ആ മിഷൻ ഉണ്ട്, നാഷണൽ ഹെൽത്ത് മിഷൻ ഉണ്ട്. നേരത്തെ NRHM ആയിരുന്നു, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനായിരുന്നു. ഇപ്പം NHM ആണ്. 900 കോടി രൂപ കേരളത്തിന് തരണമായിരുന്നു. അതിൽ 97 കോടി ഒഴിച്ച് മുഴുവൻ തന്നു. ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണെന്നും 97 കോടി രൂപയൊക്കെ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ സത്യം VD സതീശ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു BJP-യുടെ ഒരു പ്രതിനിധിയായിട്ട് വേണമെങ്കിൽ അവിടെ പോയിരിക്കാം. എനിക്കൊന്നോ K. സുരേന്ദ്രൻ പോലും ഇതിനെ സംസാരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കിട്ടാനുള്ള തുക എങ്ങനെ കിട്ടാതിരിക്കാൻ പറ്റും എന്നതിനെ പറ്റി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് VD സതീശൻ എന്ന് തോന്നിപ്പോവുകയാണ്. 100 കോടി രൂപ നമുക്ക് കിട്ടാനിരിക്കെ ആ 100 കോടി രൂപ കിട്ടിയിട്ട് വേണം നമുക്ക് ഈ പറഞ്ഞ ആശാ വർക്കേഴ്സിന്റെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഇനി അവർക്ക് പല രീതിയിലുള്ള ആനുകൂല്യങ്ങളും കൊടുക്കണം എന്ന സമീപനം തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അപ്പോ ഇതൊക്കെ കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളുമാണ് നമ്മുടെ സതീശനും സംഘവും നോക്കിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ നമ്മളെ ഉരുൾപൊട്ടലുണ്ടായി അല്ലെ, വയനാട്ടിൽ മഹാദുരന്തം സംഭവിച്ചു. നമ്മള് കേന്ദ്ര സഹായത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തി. ഈ ഘട്ടത്തിൽ എവിടെയായിരുന്നു പ്രതിപക്ഷം? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണെന്നറിയൂ, വയനാട്ടിൽ അവർ സമരം ചെയ്തു സംസ്ഥാന സർക്കാരിനെതിരെ. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടാനോടൊപ്പം സമരം നടത്തുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ. ഇവിടുന്ന് ജയിച്ചു പോയ UDF-ന്റെ MP-മാരുണ്ടല്ലോ, ആരെങ്കിലും അതിശക്തമായിട്ട് ഈ വിഷയം സഭയിൽ ഉന്നയിച്ച് നമ്മൾ കേട്ടോ? ഇല്ലല്ലോ. പാർലമെന്റിൽ ഉന്നയിച്ച് നമ്മൾ കേട്ടിട്ടില്ല അല്ലെ? എന്നാൽ പാർലമെന്റിൽ ഇതാരാണ് ഉന്നയിക്കുന്നത്? ഇടതുപക്ഷ MP-മാർ മാത്രമാണ്. എന്തിന്? തൂത്തുക്കുടിയിലെ MP പോലും ഒരു ഘട്ടത്തിൽ കേരളത്തിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അത്രയും പോലും സംസാരിക്കാൻ നമ്മുടെ ഇവിടുന്ന് ജയിച്ചു പോയ UDF-ന്റെ MP-മാർക്ക് കഴിയുന്നില്ല എന്ന കാഴ്ച നമ്മൾ കണ്ടു അല്ലേ? ഇപ്പൊ ഈ ആശാ വർക്കേഴ്സിന്റെ ഇഷ്യൂ തന്നെ. ആരാണെന്ന് കാരണക്കാർ? ആരാണെന്ന് ഈ പൈസ കൊടുക്കാതിരിക്കാനും അല്ലെങ്കിൽ കൊടുപ്പിക്കാതിരിക്കാനും ഒക്കെ ശ്രമം നടത്തുന്നത്? കേന്ദ്ര സർക്കാർ അല്ലേ? എന്നിട്ടും അതിനെ മറികടന്നുകൊണ്ട് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുന്നില്ലേ ഈ സർക്കാർ? അപ്പോ ഈ ഘട്ടത്തിലും ആർക്കെതിരെയാണ് സതീശനും സംഘവും സംസാരിക്കുന്നത്? സംസ്ഥാന സർക്കാരിനെതിരെയാണ്. കേന്ദ്രത്തിനെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. സുരേഷ് ഗോപി അവിടെ വന്നു, ഡാൻസ് കളിച്ചിട്ട് പോയി. ആ വിഷയത്തിലൊന്നും നമ്മുടെ VD സതീശൻ സംഘത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല, യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പോ ഇവരുടെ ലക്ഷ്യവും അജണ്ടയും എന്ന് പറയുന്നത് 2026 എങ്ങനെയെങ്കിലും ഒക്കെ ഈ മഴവിൽ സഖ്യത്തെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ടാണെങ്കിൽ അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. വലിയ വലിയ രീതിയിലുള്ള തന്ത്രങ്ങൾ അതിനു വേണ്ടി കനകോലി ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നല്ല രീതിയിൽ മാർക്ക് മേടിച്ചാൽ മാത്രമാണ് മുഖ്യമന്ത്രിയാകാൻ പറ്റൂ. അതുകൊണ്ടാണ് അണ്ണൻ ഇപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ വന്നിട്ട് പറ്റാവുന്ന രീതിയിലുള്ള നുണപ്രചരണങ്ങളൊക്കെ നടത്തി നോക്കുന്നത്. മാത്രമല്ല ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് നമ്മൾ കണ്ടല്ലോ ഹൈക്കമാൻഡ് ഒരു ചർച്ച നടത്തിയതിനു ശേഷം എന്താണ് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അല്ലെ? ഈ ആരോപണത്തിലേക്ക് എന്തെങ്കിലും കഴമ്പുണ്ടോ? ഒരു കഴമ്പുമില്ല. ഇപ്പൊ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ ഇവർ സമരം നടത്തുന്നുണ്ട്. ആ സമരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള കണക്കുകൾ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കണക്കുകൾ നിരത്തിക്കൊണ്ട് ഇവർ പറയില്ലേ, ഇത്തരം ഒരു വിഷയം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമോ? ഇവർ ചർച്ചയ്ക്ക് വിളിച്ചില്ലേ? ആശാ വർക്കേഴ്സുമായി ചർച്ച നടത്തി. എന്നിട്ട് ഈ ചർച്ചയിൽ എന്താണ് സംഭവിച്ചത്? സത്യമാവുന്ന ആശാ വർക്കേഴ്സിനൊക്കെ കാര്യം മനസ്സിലായിട്ട് ഇത് ഉടായ്പാണ്. ഈ പറയുന്നത് പോലെ ഇത് പ്രതിപക്ഷത്തിനും BJP-ക്കും വേണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി നടത്തുന്ന വെറും പ്രഹസന സമരമാണെന്ന് അവരൊക്കെ വിട്ടുപോയി. അവസാനം സമരം പൊളിയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ കയറിക്കൂടി ഗംഭീര നമ്പറൊക്കെയാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ നിലപാടുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. മാധ്യമങ്ങളും പ്രതിപക്ഷവും പറയുന്നത് പോലെയല്ല സത്യം എന്ന വസ്തുത
ജനങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ജനങ്ങൾക്കറിയാം ഈ സർക്കാരിന്. അതുകൊണ്ട് തന്നെയാണല്ലോ വീണ്ടും ഈ സർക്കാർ തന്നെ ഭരിക്കട്ടെ എന്ന് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ജനം വിലയിരുത്തിയത്. അപ്പോഴും എന്താണ് ഇവിടുത്തെ പ്രതിപക്ഷം പറഞ്ഞത്? കിറ്റ് കൊടുത്താണ് അത്ര ഇവർ ജയിച്ചതെന്ന്. ജനങ്ങളെ ഇത്രയും അതായത് തരം താഴ്ന്ന രീതിയിൽ കാണുന്ന UDF-നെ ജനങ്ങൾ ഇനിയും മറുപടി കൊടുത്തുകൊണ്ട് പ്രതിപക്ഷത്തിരുത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ കിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്യുന്ന ആളുകളല്ല VD സതീശ, സുധാകര നമ്മുടെ കേരളത്തിലുള്ളത്. ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾക്ക് ഇത്തരം വിഷയങ്ങളിൽ, ഇത്തരം സന്ദർഭങ്ങളിൽ നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുക്കാൻ അറിയാമെന്ന കാര്യം മറന്നു പോകരുത്. അവർക്കറിയാം ആരാണ് ഭരണപക്ഷത്തിരിക്കേണ്ടതെന്നും പ്രതിപക്ഷത്തിരിക്കേണ്ടതെന്നും. അതുകൊണ്ട് പ്രതിപക്ഷത്തെ സ്ഥിരമായിട്ട് എന്തായാലും ഇരിക്കാനുള്ള ഒരു സ്പേസ് നമ്മുടെ മലയാളികൾ, കേരളത്തിലെ ജനങ്ങൾ, വോട്ടർമാർ ഇനിയും നിങ്ങൾക്ക് നൽകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.